ഗുഡ് ഈവനിങ് ഗൈസ്, വാട്സാപ്പ്. അപ്പോൾ എല്ലാ മച്ചന്മാർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ മുളക് തൈയുണ്ട് ഗൈസ്. അതിൻ്റെ വിളവെടുപ്പാണ് ഗൈസ്. നമ്മുടെ കാന്താരി മുളകാണ് ഗൈസ്. ഇതേ കണ്ടോ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. കണ്ടോ, അല്ല പഴുത്ത കാന്താരി മുളകാണ് ഗൈസ്. കുറേ ഉണ്ട് ഗൈസ്, ഉണ്ട മുളകുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് കാന്താരി മുളക് വിളവെടുപ്പ്. അപ്പോൾ ഗൈസ്, നമുക്ക് എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയില്ല ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഒരു കാന്താരി, രണ്ട് കാന്താരി പൊളിച്ചു ഗായ്സ്. അപ്പോൾ ഗൈസ്, നമുക്ക് മൂന്നാമത്തെ കാന്താരി കിട്ടി, നാലാമത്തെ പൊളിച്ചു ഗൈസ്. 4 കാന്താരി മുളക് കിട്ടി, 5 കാന്താരി മുളക്, 6 കാന്താരി മുളക് കിട്ടി ഗൈസ്. ഗൈസ്, നമ്മൾ ശരിക്കും ഇന്നത്തെ വ്ളോഗ് ഒരു കുക്കിംഗ് വ്ളോഗ് ചെയ്യാനിരുന്നതാണ് ഗൈസ്. പക്ഷെ നടന്നില്ല ഗൈസ്. കുറേ സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായി ഗൈസ്, അതുകൊണ്ട് നടന്നില്ല ഗൈസ്. വീട്ടിലറിയില്ലല്ലോ നമ്മൾ വ്ളോഗ് ചെയ്യുന്ന കാര്യമൊന്നും. നമ്മൾ വ്ളോഗ് ചെയ്യുന്ന കാര്യവും ഈ യൂട്യൂബൊക്കെ ഇടുന്ന കാര്യമൊന്നും വീട്ടിലറിയില്ല ഗൈസ്. ഫോണുള്ള കാര്യം തന്നെ വീട്ടിലറിയില്ല. നമ്മളാരും കാണാണ്ടാണ് ഗൈസ് ഇതൊക്കെ ചെയ്യുന്നത്. ഗൈസ്, നമുക്ക് കുറച്ച് മുളക് കിട്ടി ഗൈസ്. നമുക്കിത് ഇവിടെ വെക്കാം ഗൈസ്. എന്നിട്ട് ഗൈസ്, നമുക്ക് അടുത്ത് പറിക്കാം. ഞാനൊരു മലയാളി എന്നും മഞ്ഞ കുട്ടാളി. ഗൈസ്, ഇതിനൊക്കെ ഞാനാണ് ഗൈസ് വെള്ളം ഒഴിക്കണം. ഇവിടെ കുറേ ചെടിയുണ്ട് കേട്ടോ. എന്നും മതിലുകളില്ല സ്നേഹത്തെ രാളി മണിക്ക് ജീ. മണ്ണാണ് ജീവൻ, മണ്ണിനാണ് ജീവൻ, കുഞ്ഞിളാൾ കൊയ്തെടുത്ത് സ്വർഗം തീർക്കും ഞാൻ. ഗൈസ്, ദേ ഗൈസ്, നല്ല പഴുത്ത വലി ഉണ്ട മുളക്. ഇത് നമുക്ക് മണിക്കുറ്റിയെ തീറ്റിക്കാം. അവനിത് തിന്നുവാൻ നോക്കാം ഗൈസ്. അവനെ ഇരിഞ്ഞുകൊണ്ട് ഓടട്ടെ മണിക്കുറ്റി. അവനെ പകല് മുഴുവൻ വെള്ളം അടിച്ച് കിട്ടണ കാശിൻ്റെ കള്ള് കുടിച്ച് എൻ്റെ കട്ടത്തിലാക്കല്ലേ മണിക്കുറ്റി. ഗൈസ്, നമുക്കങ്ങനെ മുളക് കുറേ കിട്ടി ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. നമ്മുടെ മുളക് കുറേ ഉണ്ട് ഗൈസ്. ഗൈസ്, മുളക് കിട്ടി ഗൈസ്. നമ്മുടെ കാന്താരി മുളകാണ് ഗൈസ് ഈ കാണുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, ഞാൻ പറിക്കുന്നുണ്ടടാ. എടാ, നമുക്ക് ഈ ട്രൈപ്പോഡൊന്നും ഇല്ലടാ. ഈ ഫോം പിടിക്കാൻ നമ്മൾ കൈ കൊണ്ടാണ് പിടിക്കുന്നത്, അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇത്ര മതി ഗൈസ്. ഇത് നമുക്ക് ഇവിടെ വെക്കാം. നമുക്ക് ഈ മുളക് കൊണ്ടുപോയിട്ട് നോക്കുവാനെ. നമുക്ക് ഈ മുളക് കൊണ്ടുപോയിട്ടേ മണിക്കുറ്റി എത്തിക്കാം. എടാ മണിക്കുറ്റി, എന്താടാ മണിക്കുറ്റി നീ തിന്നടാ, മുളക് തിന്നടാ. നിന്റെ നാക്ക് എരിയട്ടേടാ. തിന്നടാ മണിക്കുറ്റി, മുളക് തിന്നടാ. അല്ലെങ്കിൽ ഇവൻ്റെ മൂക്കി തേച്ചു. തിന്നടാ പഴുത്ത മുളക് മണിക്കുറ്റി, നീ തിന്നടാ മുളക്. തിന്നടാ, വെള്ളം പിടിച്ച് തിന്നടാ. എടാ മണിക്കുറ്റി, നീ തിന്നടാ മുളക് തിന്നടാ. എടാ, കൃഷി ഉണ്ടാക്കിയ മുളകാടാ. തിന്നടാ മണിക്കുറ്റി നീ. ഗൈസ്, അവൻ തിന്നുന്നില്ല ഗൈസ്. അവൻ നല്ല കാന്താരി മുളക, അവൻ തിന്നുന്നില്ല ഗൈസ്. നമുക്ക് വേറെ പണി നോക്കാം. അവൻ എരിയും ഗൈസ്. അവനെ തീറ്റിക്കണ്ട, അവന് എരിഞ്ഞവൻ ചത്തുപോകും ഗൈസ്. അത്ര എരിവാണ് ഗൈസ് ഇതിന്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, ഞാനിപ്പോൾ കാണിച്ചു തരാം ഗൈസ്. നല്ല എരിവാണ് ഗൈസ്, ഫോക്കസ് ചെയ്യുന്നില്ല ഗൈസ്. നമുക്ക് അടുത്ത പരിപാടി നോക്കാം ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മൾ മുളക് അങ്ങനെ വിളവെടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. പക്ഷേ ഗൈസ്, ഒരു കാര്യം കൂടെ കാണിക്കാനുണ്ട് ഗൈസ്. നമ്മളിന്ന് പാമ്പിനെ കണ്ടു ഗൈസ്. നമ്മുടെ വീട്ടിലൊരു പാമ്പ് വന്നു ഗൈസ്. അതവിടെ ഉണ്ട്, നമുക്ക് ഞാൻ കാണിച്ചു തരാം. അതാണ് ഗൈസ് നമ്മുടെ വീട്ടിലെ പാമ്പായി പിറന്നോനെ, ദൈവം വാലി സാത്താനേ, ആളെ കടിക്കുന്നേ നിന്നെ കൊല്ലാനേ. ഗൈസ്, അതിന് ജീവനുണ്ടെന്നൊന്നും ഗൈസ് അതിന് തലയില്ല എന്നാണ് ഗൈസ് തോന്നുന്നത്. അടിപൊളി പാമ്പാണ് ഗൈസ്. നമുക്ക് പാമ്പിനെ പിടിക്കാം. നമുക്കധികം അതിന് കോല് വേണം ഗൈസ്. നമുക്കതിനെ കുത്തിയെടുക്കാം.
ഞാനാണ് ഇന്ന് വാവാ സുരേഷ്. പാമ്പായിത്തിരന്നോനെ ഓടിക്കാം, ഓടിക്കാം. ദൈവം പാടി കാത്താനേ, ആളെ വിരട്ടുന്നേ നിന്നെ കൊല്ലാനേ. ഗായ്സ്, നമ്മളങ്ങനെ പാളയൊടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഗായ്സ്, ഇനി നമുക്ക് പാമ്പിനെ പിടിക്കാം. പാമ്പായി പിറന്നോനെ, ദൈവം ബാധി സാത്താനെ, ആളെ വിരട്ടുന്നേ പാമ്പെ കൊല്ലാനേ. ഗായ്സ്, ഇപ്പൊ നമുക്ക് പാമ്പിനെ പിടിക്കാം. നമുക്ക് അതിനെ എടുക്കാം. അതിന് അനക്കമില്ല. ഗായ്സ്, അതിൻ്റെ തല അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി. ഗായ്, പാമ്പായി പിറന്നോനെ, പുറത്തേക്ക് വാടാ മറക്കരുതേ. പാമ്പേ ചേരയാണ് ഗായ്സ്, അതിൻ്റെ തല കുടുങ്ങിപ്പോയി അതിൻ്റെ ഉള്ളിൽ. ഗായ്സ്, അത് വന്നില്ല ഗായ്സ്. എനിക്ക് പേടിയാണ് ഗായ്സ് അതിനെടുക്കാൻ. കൊത്തുവോന്നറിയില്ല, അതിന് ജീവനുണ്ടോന്നറിയില്ല ഗായ്സ്. ഗായ്സ്, അതിനെ കിട്ടുന്നില്ല ഗായ്സ്. വലിച്ചെടുത്താലോ ഗായ്സ്? എനിക്ക് പേടിയാണ് ഗായ്സ്. അതിൻ്റെ തല അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയത് ചത്തുപോയതാണ് ഗായ്സ്. ഗായ്സ്, അതിൻ്റെ എന്താ പറ്റിയെന്ന് അറിയാവോ ഗായ്സ്? അതിൻ്റെ തല അതിൻ്റെ ഉള്ളിലേ അത് കയറിയിരുന്നു ഗായ്സ്. എന്നിട്ട് അതിന് തിരിച്ചു വരാൻ പറ്റുന്നില്ല ഗായ്സ്, അതിന് കുടുങ്ങിപ്പോയി. അപ്പോൾ അത് ഇന്നലെ ഇരുന്നാണ് ഗായ്സ്, ഇന്നലെ ഇരുന്നിട്ട് ചത്തുപോയി ഗായ്സ്. ഇന്നാണ് ഗായ്സ് കാണുന്നത്. അങ്ങനെ അത് ചത്തു ഗായ്സ്. ഇനി അത് എടുക്കാൻ എനിക്ക് പാമ്പിനെ എടുക്കാൻ പേടിയാ ഗൈസ്. നമുക്ക് പോവാം. അത് ചീഞ്ഞു പോയി ഗൈസ്, അതുകൊണ്ട് ഇരിക്കട്ടെ. അതുകൊണ്ട് എനിക്ക് പേടിയാണ് ഗൈസ്. ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ ഇടുന്ന ഓരോ വണ്ടർഫുൾ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുവാനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ടക്ക് എന്ന് അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ ഇതിന് നല്ല വണ്ടർഫുൾ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ അവനീഷ് signing out. Yeah.